ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡ്ഡിങ് ഷോപ്പിംഗ് വ്ളോഗാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരുടെ കല്യാണമാണെന്ന്. അപ്പോൾ ഇത് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് വ്ളോഗല്ല, വെഡ്ഡിങ്ങും ഒരു ഷോപ്പിങ്ങും ഉണ്ട്. നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വ്ളോഗാണ്. അപ്പം നമ്മളിപ്പം നേരെ പോണത് ഒരു വെഡ്ഡിങ്ങിനാണ്. അപ്പം ഞാനുണ്ട്, മമ്മിയുണ്ട്, പപ്പയുണ്ട്, എൻ്റെ അനിയനുണ്ട്. അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ്ങിന് വേണ്ടി എത്തിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നിന്ന് വെഡ്ഡിങ്ങൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെഡ്ഡിങ് എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ ഇടയിലൊരു സംഭവമുണ്ട്. എൻ്റെ മമ്മി ഗൈസ്, ഇതാണ് എൻ്റെ മമ്മി, ഇതാണ് എൻ്റെ പപ്പ. നിങ്ങൾക്കറിയാം, സ്റ്റിൽ ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സംഭവം കണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ ഫേവറേറ്റ് കാറാണ് താർ. പയ്യൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നത്. എൻ്റെ ഫേവറേറ്റ് കാറാണ് ഗൈസ്. അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് കാറാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള മമ്മിയുടെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതെൻ്റെ മമ്മിയും പപ്പയും ചിരിച്ചുകൊണ്ട് താർ നോക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ മെയിൻ പരിപാടിയിലോട്ട് പോയി. നല്ല അടിപൊളി ചോറും പരിപ്പ് കറിയൊക്കെ കൂട്ടി നല്ല സൂപ്പർ സദ്യ കഴിച്ചു. പിന്നെ ഈ കല്യാണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ പാൽപ്പായസവും ബോളിയൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം പൂന്തിയായിരുന്നു. പിന്നെ എൻ്റെ താറിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ആൻഡ് നിങ്ങൾ ഈ ഡ്രസ്സ് കണ്ടായിരുന്ന, ഈ ഡ്രസ്സ് എൻ്റെ 10ാം ക്ലാസ്സിലെ ഫെയർവെല്ലിന് ഞാൻ വാങ്ങിച്ചതാണ്, എൻ്റെ 15ാമത്തെ വയസ്സിൽ. ഇപ്പം എനിക്ക് വയസ്സ് 22. അപ്പം എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് നിങ്ങൾ നോക്കി നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ്. എൻ്റെ അനിയന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലാണ് കയറിയത്. അങ്ങനെ അവിടെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കയറി. ഞാൻ ആദ്യം കണ്ട ഡ്രസ്സ് ഇത്. അയ്യോ, എനിക്ക് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്ത്. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ അതവിടെ നോക്കിയിട്ട് അതുപോലെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ അനിയന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സെക്ഷനിലോട്ട് പോയി. പക്ഷേ അവൻ അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഞാനും പപ്പയും കൂടെ അവിടെ ചുമ്മാ വായി നോക്കി നടന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സംഭവം കണ്ട് ഗൈസ്. നല്ല അടിപൊളി മെറ്റീരിയൽ, വിൻ്റർ വെയറൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് വരെയല്ലേ, അപ്പോൾ നല്ല അടിപൊളി വിൻ്റർ വെയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വില അങ്ങേ അറ്റായിരുന്നു. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷോ കാണിക്കുന്ന എൻ്റെ പപ്പനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി രാമചന്ദ്രയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ താറിനെ കണ്ടു ഗൈസ്. ഇന്ന് ഫുള്ള് താറ തന്നെ. എവിടെ നോക്കിയാലും ഞാൻ കുറേ താറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് മമ്മിയും പപ്പയും എൻ്റെ അനിയനും ഏകദേശം ഒരു മാച്ചിന് ഡ്രസ്സാണ് ഇട്ടുന്നത്. ലൈക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ട് ഫുള്ള്. ഞാൻ മാത്രമാണ് ഇന്ന് റെഡ് ഇട്ടുകൊണ്ട് പോയത്. ഞാൻ കണ്ടില്ല, ഞാനാണ് ആദ്യം ഡ്രസ്സ് ഇട്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാനും വൈറ്റ് കളർന്ന് എന്തെങ്കിലും ഇടുള്ളായിരുന്നു. പിന്നെ രാമചന്ദ്രയിലെത്തി മമ്മിക്ക് കുറച്ച് ടോപ്സൊക്കെ നോക്കി. പിന്നെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അതിനവിടെ വെച്ചിട്ട് നേരെ ആദ്യം അവർക്ക് ഡ്രസ്സ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ മെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി. ആദ്യം പപ്പയ്ക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പം പപ്പയ്ക്ക് പാൻറ്റും ഒരു ഷർട്ടും എടുക്കണമായിരുന്നു. അപ്പം മമ്മിയും പപ്പയും കൂടെ അത് നോക്കണതിൻ്റെ ഇടയിൽ ഞാനും കൂടെ പപ്പയ്ക്ക് കുറേ സെലക്ട് ചെയ്യാൻ പോയി. എനിക്കിഷ്ടപ്പെടുന്നത് എടുക്കണത് മമ്മിക്ക് ഇഷ്ടപ്പെടില്ല, മമ്മി എടുക്കണത് എനിക്കിഷ്ടപ്പെടില്ല, ഞങ്ങൾ രണ്ടുപേരും എടുക്കണത് പപ്പയ്ക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ ലാസ്റ്റ് പപ്പ തന്നെ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് എടുത്ത് ഇപ്പോൾ കാണിച്ചില്ലേ, ഈ പിങ്ക് കളർന്നതാ, ഇതും റോസാണല്ലേ, ഇത് ഏത് കളർ, ഈ കളറിൻ്റെ ആ പാൻറ്റും എടുക്കാമെന്ന് കൺഫേം ചെയ്ത് അത് പാക്ക് ചെയ്യാൻ തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അത് മാറ്റി നേരെ ഒരു ബ്ലൂ കളർന്ന്, അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ബ്ലൂ കളർന്നത് എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ രണ്ടും കൊള്ളായിരുന്നു, രണ്ടും ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടും തന്നെ പാക്ക് ചെയ്തെടുത്ത് പിന്നെ ഞങ്ങൾ നേരെ അപ്പച്ചന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി. ഫസ്റ്റ് ഈ കളർ നോക്കി, പിന്നെ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു ഷെയ്ഡ് എടുത്ത്, ഒരു ലൈനൊക്കെ പറഞ്ഞ ഒരു ബ്രൗണിഷ് പോലത്തെ ഒരു സംഭവം, അതെല്ലാം എടുത്ത് പിന്നെ നേരെ അവരുടെ എല്ലാം കഴിഞ്ഞേട്ടാ നേരെ പിന്നെ മമ്മിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. മമ്മിക്ക് ഒരു ജീൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മമ്മി പറഞ്ഞ് മെറ്റീരിയൽ എടുത്ത് പിന്നെ തയ്ക്കാമെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മെറ്റീരിയൽ എടുക്കാൻ പോയി. എനിക്ക് ടോപ്പ് എടുത്തില്ല, മമ്മി തയ്ക്കുമെന്നുള്ളതുകൊണ്ട് ഡ്രസ്സ് എടുത്ത് തയ്ക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് മെറ്റീരിയൽ ചൂസ് ചെയ്ത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലൂവും മമ്മിയുടെ കയ്യിലിരിക്കുന്ന ഗ്രീനും അപ്പുറത്തിരിക്കുന്ന റെഡ് പോലത്തെ ഓറഞ്ചും ഇതെല്ലാം ഞാൻ എടുത്ത ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, മൊത്തം 6 പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രേ,
ഈ മിക്സഡ് കളേഴ്സ് ഇതെല്ലാം ഞാൻ എടുത്തതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം തയ്ക്കാൻ. അങ്ങനെ അവിടെ നിന്ന് ബില്ലെല്ലാം ചെയ്ത് ഞങ്ങൾ നേരെ ഇറങ്ങി. പറഞ്ഞ വഴിക്ക് ഞാൻ ഒരു ക്യാപ്പ് കണ്ട് വാങ്ങിച്ച് തരാൻ പറഞ്ഞിട്ട് എൻ്റെ നല്ലവരായ മമ്മിയും പപ്പയും എനിക്ക് വാങ്ങിച്ച് തന്നില്ല. സോ ഞാൻ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് നേരെ പോയത് ബാലരാമപുരത്താണ്. അവിടെ ചെന്ന് തളർന്ന് ഞങ്ങൾ വിചാരിച്ചൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാമെന്ന്. പപ്പയും അനിയനും വേറെ ഒരു വഴിയിലോട്ട് പോയപ്പോൾ ഞാനും മമ്മിയും കൂടെ ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ചു ഗൈസ്. വെള്ളമൊക്കെ ദാഹിച്ച് ഉച്ചയ്ക്ക് കഴിച്ചതാട്ടാ. വെള്ളം ദാഹിച്ച് വലഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനും മമ്മിയും കൂടെ ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച്. നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഐസൊക്കെ ഇട്ട് അടിച്ചിട്ടാണ് തന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ച ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈനിങ് ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ എല്ലാ കളറും 6 കളർ മൊത്തം എടുക്കണമായിരുന്നു. അങ്ങനെ 6 കളറ് ലൈനിങ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഇറങ്ങാറായപ്പം പപ്പയും എൻ്റെ അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പപ്പയുടെ ഒരു വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ഒരു മിറർ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഫുൾ അവിടെ ഒരു ഇരുണ്ടിരുന്ന്. അതുകൊണ്ട് അതുപോലെ ഞാൻ അവിടെ വെച്ചിട്ട് നേരെ ഇറങ്ങി. വരണ വഴിക്ക് കപ്പലണ്ടി കട കണ്ട്. കപ്പലണ്ടി കടയല്ല, കപ്പലണ്ടി വണ്ടി കണ്ട്. അങ്ങനെ പപ്പ എനിക്കും മമ്മിക്കും എൻ്റെ അനിയൻ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചത്. നല്ല ചൂട് കപ്പലണ്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.